ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വീക്കെൻഡാണ്. സോ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഡേ ഐക്യ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐക്യ പോകാമെന്ന് പറയുമ്പോൾ ഫുൾ ഓൺ എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ ഫർണിച്ചർ ഷോപ്പിംഗ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കി തന്നത് എനിക്ക് ഐക്യ തന്നെയാണ്. സോ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബേക്ക്ഡ് ഗ്രനോല ബൗളാണ് കഴിക്കുന്നത്. നല്ല ഇഷ്ടമായി എനിക്ക് ഈ ബേക്ക് ചെയ്തിട്ടുള്ള ഗ്രനോല. ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു മേക്ക് അനദർ ബാച്ച് സൂൺ. ഇതെനിക്ക് സ്കിന്നി റെസിപ്പി നിന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്കും അവരെ ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റെസിപ്പി എക്സാക്ട്ലി. അങ്ങനെ നമ്മൾ ഐക്യയിലെത്തി. വിശാലിന് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടത് ഈ ചെയറാണ്. ഇങ്ങനെ ബാംബു എസ്തെറ്റിക്സ് ആയിട്ടുള്ള ചെയർ നല്ല ഇഷ്ടമാണ്. നമുക്ക് നല്ലൊരു നേച്ചറിസ്റ്റിക് ആൻഡ് എർതി വൈബ്സ് വീട്ടിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഓൾറെഡി ഈ ഒരു ബാംബു നമ്മുടെ UAE സമ്മർ വെതറിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഡൈനിങ് ടേബിൾ ഇസ് സോ പ്രിട്ടി. ഇതും ബാംബു മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെയർ ആൻഡ് വുഡൻ ടേബിൾ ആണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി വലിയ ഹോളൊക്കെ ആണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി. ബ്രെഡ് ാണ്. സോ നമ്മൾ വീട്ടിൽ ബേക്ക് ചെയ്തിട്ടുള്ള ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സപ്പോസിഡ്ലി കീപ് ഇറ്റ് സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ്. എൻ്റെ സ്റ്റഡി ടേബിളിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് നോക്കണ്ടായിരുന്നത്. പെൻസിൽ, മാർക്കർ, അതുപോലെ ലേബിൾ, കളേഴ്സ്, ക്ലിപ്സ്, ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്കിതിൽ വെക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ്. നമ്മുടെ ബെഡ്റൂമിൻ്റെ വിൻഡോ നല്ല വലുപ്പമുണ്ട്. അപ്പോൾ അതിന് 3 ഫീറ്റിൻ്റെ കർട്ടൻസ് തന്നെ കമ്പൽസറി ആണ്. അപ്പോൾ നമ്മുടെ പഴയ കർട്ടൻസ് ചേഞ്ച് ചെയ്ത് നമ്മൾ പുതിയ വാങ്ങിച്ചിട്ടുണ്ട്. ബി കെയർഫുൾ. You have to give this back in good condition. ബിൽഡിംഗ് മാനേജ്മെന്റിനോട് പറഞ്ഞപ്പോൾ ലാഡറൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് ഒട്ടും ധൈര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ മുകളിൽ കയറിയിട്ട് കർട്ടൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ കോൾഡ് വിശാൽ ടു ഡു ഇറ്റ്. അങ്ങനെ ഇപ്രാവശ്യം ബെഡ്റൂമിന് ചൂസ് ചെയ്ത കളർ ഒരു ബേജ് കർട്ടൻ ആണ്. ഇതിൻ്റെ പാറ്റേൺ ഐ തിങ്ക് പറയുന്നത് പിൻ സ്ട്രിപ്പ് പാറ്റേൺ ആണ്. എനിക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് ഔട്ട് ആയിട്ടുള്ള കർട്ടൻസ് ഇഷ്ടമില്ല. കാരണം എനിക്ക് ചെറിയൊരു പേടിയാണ്, കണ്ണിലും ഫുള്ളും ഇരുട്ടാകുമ്പോൾ എനിക്ക് പേടിയാണ്. പുറത്തുനിന്ന് പറയുമ്പോൾ നല്ല സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് വെളിച്ചം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സീ ത്രൂ ആയിട്ടുള്ള കർട്ടൻസ് വാങ്ങിച്ചിട്ടുള്ളത്. കിച്ചണിൽ എൻ്റെ മേജർ പാൻട്രി ഐറ്റംസ് ഇങ്ങനെ പുറത്ത് ഈ ഒരു ഷെൽഫിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ ഈ ഒരു ചെറിയ ഷെൽഫ് ധാരാളമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ സാധനങ്ങൾ കൂടി. ഐ ഡോണ്ട് നോ, ഈവൻ ദോ നമ്മൾ 2 പേരാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സാധനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. നൗ ഐ ടെൽ യു ദ റിയൽ റീസൺ. പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയി. ഇപ്പോൾ ഇവിടെ റീമയിൽ നിന്നിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ നമ്മൾ ഷോപ്പിങ്ങിന് പോവാറുള്ളൂ. അപ്പോൾ സാധനങ്ങൾ ആഴ്ചത്തേക്കുള്ളത് വെക്കാനായിട്ട് ഈ ഒരു പാൻട്രി ഷെൽഫ് ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ് us begin setting this shelf. ഇതാണ് ഞാൻ ഷെൽഫ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 4 layers ആയിട്ടുള്ള ഷെൽഫാണ്. 100 centimeters ഹൈറ്റാണ്, വിച്ച് ഈസ് പെർഫെക്റ്റ് ഫോർ കിച്ചൺ. ഇത് നല്ല ലൈറ്റ് വെയ്റ്റും കൂടിയാണ്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ആൻഡ് ഇത് വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഷെൽഫാണ്. സോ അധികം നമ്മുടെ കിച്ചണിൻ്റെ സ്പേസും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 4 നല്ല ഹൈറ്റുള്ള ഷെൽഫാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബീഹൈവ് പോലത്തെ ഒരു ലെയറാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് വെരി ലൈറ്റ് വെയ്റ്റ്, എയറി ആൻഡ് ബ്രീസി. സോ അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഡീപ്പ് ആയിട്ടുള്ള ബാസ്ക്കറ്റാണ്. സോ കുറേ അധികം ഫ്രൂട്ട്സ് ഇതിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. ഇതിനും ടെക്സ്ചർ നല്ല ഹോൾസ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് നല്ല എയറി ആയിട്ടും ഇരിക്കും. അധികം പെട്ടെന്ന് കേടാവാനായിട്ടുള്ള ചാൻസസും കുറവാണ്. ഞാൻ ഈ ഷെൽഫിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇഫ് യു വോണ്ട് യു ക്യാൻ ബൈ ദെം. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വിസിബിൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് പൾസസ് ഒക്കെ ഞാൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ റെഗുലർലി യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴുകാനായിട്ടുള്ള സാലഡ് സ്പിന്നറാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കോഫിയും വെക്കുന്നുണ്ട്. കോഫി, ടീ, ഷുഗർ ഒക്കെ വെക്കുന്നുണ്ട്. ആൻഡ് മൈ കക്കാവോ പൗഡർ. ആൻഡ് ഇനി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം.
അടുത്തത് ഞാൻ മെയിൻലി വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിലാണ്. സിൻലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാൻഡിലാണ്. ഇത് ചെറി ഫ്ലേവറിലുള്ള ക്യാൻഡിലാണ്. അപ്പോൾ ഐക്കിയയിൽ പോകുമ്പോൾ ക്യാൻഡിൽസ് ഡെഫിനറ്റ് ആയിട്ട് വാങ്ങിക്കുക. കാരണം കുറേ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാൻഡിൽസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ആൻഡ് ഗ്രീൻ ആപ്പിൾ പറഞ്ഞിട്ടൊരു ഫ്രേഗ്രൻസ് ഉണ്ട്, അതും നല്ല രസമാണ്. അടുത്തത് ഞാൻ ഒരു വുഡൻ്റെ മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. മൊബൈൽ ഹോൾഡർ കിച്ചണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഐഫോൺ ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് വീട് കഴിഞ്ഞാൽ വലിയൊരു എട്ടിൻ്റെ പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹോൾഡർ വാങ്ങിച്ചത്. സോ ദാറ്റ് കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ദ ഫോൺ ഈസ് വെരി സേഫ് ആൻഡ് സെക്യൂർ. Battery 100%. Connected to iPhone. You are അടുത്തത് ഒരു ലോ പൈൽ ആയിട്ടുള്ളൊരു പില്ലോ ആണ്. എനിക്ക് ഐക്കിയയിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പില്ലോസ് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്കും നല്ലതല്ല. ആൻഡ് അതിലെ കോട്ടൺസ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബോൾ ആയിട്ട് ഇറ്റ് ഈസ് നോട്ട് കംഫർട്ടബിൾ. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു സ്ലിം ആയിട്ടുള്ള പില്ലോ, ഹൈറ്റ് കുറവായിട്ടുള്ള പില്ലോ നമ്മളൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ. അടുത്തത് ഞാനൊരു മാഗ്നറ്റിക് ടൈമറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതല്ല, പക്ഷെ കണ്ടപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് തോന്നി. ഇമ്മീഡിയറ്റ്ലി എൻ്റെ മൈൻഡിൽ വന്നത് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. സിൻസ് ഇത് മാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് ഫോർ ഈസി ആക്സസ്. ഇങ്ങനത്തെ ക്ലിയർ പ്ലാസ്റ്റിക് ബോക്സസും വാങ്ങിച്ചിട്ടുണ്ട് ഫോർ ബെറ്റർ സ്റ്റോറേജ്. എൻ്റെ ഇംഗ്ലീഷ് ചാനലിലെ വാർഡ്രോബ് ഓർഗനൈസേഷൻ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ ഐക്യ ഹാള് കഴിഞ്ഞു. ആഫ്റ്റർനൂൺ ആയപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് അടുത്തൊരു മോളിൽ പോയി. അവിടെ മിനിസ് ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയ ഹാൻഡ് ക്രീം ഫോർ ട്രാവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിക്കണമായിരുന്നു. കുറേ ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസിൽ അവൈലബിൾ ആണ്. സോ ഇപ്പോൾ സമ്മേഴ്സ് ആയതുകൊണ്ട് സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് അവൈലബിൾ ആണ്. സോ ഇവിടെ ടെസ്റ്റർ ഉണ്ട്. ടെസ്റ്റർ വെച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രേഗ്രൻസ് ഏതാണെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സോ ഇത് 10 ദിറത്തിൽ 3 ചെറിയ ഹാൻഡ് ക്രീംസ് ആണ് കിട്ടുന്നത്. സോ ദാറ്റ് നമുക്ക് ബാഗിലിട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം സ്റ്റാർബക്സിൽ പോകണം, അത് സാധിച്ചു എന്ന്. ഞാൻ ഓൾറെഡി എൻ്റെ നീസിനോട് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അവിടെ നല്ലതെന്നത്. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്തത് ജാവ ചിപ്പ് ഫ്രാപ്പേ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ട്രസ്റ്റ് മീ, അതിലത്തെ ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി എന്തൊരു സൂപ്പർബായിരുന്നു എന്നറിയോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് സ്റ്റാർബക്സ് കോഫി കുടിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഇങ്ങനെ എന്നെ പോലെ ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റാർബക്സ് ചെക്ക് ഔട്ട് ചെയ്യുക. Like that? तेरे को शायद स्ट्रॉन्ग लगेगा. Coffee बहुत ज़्यादा है. नहीं ठीक है. Have this now. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആൽമണ്ട് ക്രൊസോൺ ആണ്. ഇത് പാരീസിൽ പോയപ്പോഴാണ് ഈ ഒരു സംഭവം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൽമണ്ട് ക്രൊസോൺ. എവിടെ പോയാലും ഞാൻ ട്രൈ ചെയ്യുന്നത് ആൽമണ്ട് ക്രൊസോൺ ആണ്. സോ സ്റ്റാർബക്സിലെ ആൽമണ്ട് ക്രൊസോൺ വെരി നൈസ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ആൽമണ്ട് ക്രീമിൻ്റെ പേസ്റ്റ് ഉണ്ട്, പിന്നെ റോസ്റ്റഡ് ആൽമണ്ട്സ് ഓൺ ടോപ്പ് ഉണ്ട്. സോ നല്ല ക്രഞ്ചി ആയിരുന്നു ക്രൊസോൺ. സ്റ്റാർബക്സിൻ്റെ ഫുഡ് മാത്രമേ, വേറൊരു കാര്യം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ഡിഷിൻ്റെ മുമ്പിൽ അവർ കാലറി കൗണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ജാവ ചിപ്പ് ഫ്രാപ്പേൻ്റെ കാലറി അപ്രോക്സിമേറ്റ്ലി 500 കാലറീസ് ഉണ്ട്. ആൻഡ് ഈ ക്രൊസോണിനും 490 അപ്രോക്സിമേറ്റ്ലി 500 എന്ന് വെക്കാം. സോ ടോട്ടലി 2 സംഭവം കഴിച്ചതിന് 1000 കാലറീസ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് വെരി ടെറിഫൈങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓക്കെ ഫോർ സം ടൈംസ്. എൻ്റെ ആദ്യത്തെ സ്റ്റാർബക്സ് എക്സ്പീരിയൻസ് ഞാൻ ലിറ്ററലി എൻജോയ് ചെയ്തു. ഐ എം സൂപ്പർ ഹാപ്പി ദാറ്റ് വി ട്രൈഡ് ഇറ്റ്. എൻ്റെ ഈ വർക്കിംഗ് ഡെസ്കിലെ ചെയർ ഞാൻ ചേഞ്ച് ചെയ്തു. അത് അസംബിൾ ചെയ്യാൻ കുറച്ച് ദിവസം എടുത്തു. എന്നിട്ട് നമ്മളിത് ഫിക്സ് ചെയ്തെടുത്തതാണ്. എനിക്കൊരു ബേജ് കളറിൻ്റെ വേണമായിരുന്നു. സോ ഐ എം റിയലി ലവിങ് ദിസ്. ഇതിന് നല്ല വൈബാണ് കേട്ടോ. ശരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളും ആണ്. അങ്ങനെ എൻ്റെ ചെറിയ ഐക്യ ഷോപ്പിംഗ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹോപ്പ് ടു സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ. ടേക്ക് കെയർ. ബൈ. And the bus palace goes like this.